ഇത് അമാവാസി രാത്രിയാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരും തമവൃതിൻ്റെ പാവ ചെയ്യാൻ വേണ്ടി പല പല സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. ചിലർ യാഗത്തിനുള്ള കമ്പ്, ചിലർ ചന്ദനമരം, ചിലർ നെയ്, ചിലർ തുണി എടുത്തുകൊണ്ട് വന്നു. മന്ത്രവാദി തീക്കമ്പം കയ്യിൽ വെച്ചുകൊണ്ട് ആലമരത്തിനടിയിലിരിക്കുകയായിരുന്നു. ജനങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നു. പിന്നെ മന്ത്രവാദി ഓരോ സാധനങ്ങളും ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അങ്ങനെ നിലച്ചു. അതിൽ അദ്ദേഹത്തിന് ഒരേ ഒരു കുറവ് തോന്നി. ഇതിൽ തേങ്ങ എവിടെ ഉണ്ട്? തമോവ്രത്തിന്റെ തലയിനെ തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കണം. താന്ത്രികരെ, റഹു തേങ്ങ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അവൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. പ്രദോഷ സമയത്തിനകം ഒരുപക്ഷെ അവൻ വന്നിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോകും. അവൻ കുറച്ചു സമയത്തിൽ വന്നേക്കും. നിങ്ങൾ വിഷമിക്കണ്ട. മന്ത്രവാദി എല്ലാ സാധനങ്ങളും ചേർത്ത് തമോവൃതിന്റെ രൂപമുള്ള പാവ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം ആ പാവയും റെഡിയായി. ഇനിയും തല മാത്രമാണ് ചേർക്കേണ്ടതായിരുന്നത്. തേങ്ങ തരൂ. അവന്റെ തല മാത്രമാണ് ചെയ്യേണ്ടത്. ഇന്നും രഘു തേങ്ങ വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല. പ്രദോഷ സമയം പൂർത്തിയാകാൻ പോകുന്നു. ഇനിയും കുറച്ച് സെക്കൻഡ്സ് ആണ് ഉള്ളത്. ഒരു പക്ഷേ പാവ പാതിയായിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇത് കേട്ടതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പേടി വരാൻ തുടങ്ങി. കാറ്റത്ത് ഒരു വിചിത്രമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പിന്നെ സമയം പോകും തോറും മന്ത്രവാദിയും പേടിക്കാൻ തുടങ്ങി. പ്രദോഷ സമയം പൂർത്തിയാകാൻ പോകുന്നു. എല്ലാവരും സൂക്ഷിച്ചിരിക്കൂ. പ്രദോഷ സമയം പൂർത്തിയായി പോയി. തമോവ്രത് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാം. അപ്പോഴാണ് തമോവൃതിന്റെ പാവ അനങ്ങാൻ തുടങ്ങിയത്. പിന്നെ ഒരു ഭയങ്കരമായ ചിരിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. ആ രൂപമുള്ള പാവ, അതിന് തലയില്ല. അത് തന്നെ എണീറ്റ് നിന്നു. എന്നിട്ടത് നടക്കാൻ തുടങ്ങി. നേരെ മന്ത്രവാദിയെ നോക്കി അത് ചെന്നു. അപ്പോഴാണ് രഘു തേങ്ങ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും ഓടി വന്നത്. താന്ത്രികരെ, ഞാൻ തേങ്ങ വാങ്ങിക്കൊണ്ടുവന്നു. അവന്റെ കയ്യിൽ നിന്നും തേങ്ങ വാങ്ങി. എന്നിട്ട് അത് അവൻ തന്റെ തലയായി അവൻ തന്നെ വെച്ചു. എന്നിട്ട് ഉച്ചത്തിൽ ഒരു ഭയങ്കരമായ ചിരി ചിരിക്കാൻ തുടങ്ങി. രക്ഷിക്കൂ താന്ത്രികരെ. ഇനി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇവൻ വളരെ ശക്തിശാലിയായി മാറി. തമോവൃത്ത് രഘുവിനെ അടിച്ചു. എന്നിട്ട് അവനെ അവിടെ തന്നെ കൊന്നുകളഞ്ഞു. മന്ത്രവാദിയും മറ്റുള്ളവരും അവിടെ നിന്നും പേടിച്ച് ഓടാൻ തുടങ്ങി. പക്ഷേ രാഗസ് മന്ത്രവാദിയെ ചെന്ന് പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ തീപ്പന്തം പിടിച്ചു വാങ്ങി. ആ തീപ്പന്തം രാകേഷിന്റെ കയ്യിൽ ചെന്നതും തന്നെ അത് തന്നെ തീ കത്താൻ തുടങ്ങി. എന്നെ വിട്ടേക്ക്. വിട്ടേക്കുന്നു. പക്ഷേ എനിക്ക് പൈസ വേണം. എന്റെ അടുത്ത് ഏത് പൈസയും ഇല്ല. ഇത് കേട്ടതും രാകേഷിന് ദേഷ്യം വന്നു. തീപ്പന്തത്തിലുണ്ടായിരുന്ന തീ കൊണ്ട് മന്ത്രവാദിയെ അവിടെ തന്നെ കത്തിച്ചു കളഞ്ഞു. പേടിച്ച് എല്ലാവരും അവരവരുടെ വീട്ടിൽ ചെന്ന് ഒളിച്ചു. മുഴുവൻ ഗ്രാമവും ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി. അപ്പോഴാണ് ഒരു പല്ലക്ക് ഗ്രാമത്തിനകത്തേക്ക് വന്നത്. ഉടനെ അതിന്റെ മുൻപിലായി രാകേഷ് വന്നു നിന്നു. പല്ലക്ക് എടുത്തുകൊണ്ട് വന്നവൻ അവനെ കണ്ട് പേടിച്ചു. ആരാണ് നീ? എനിക്ക് പൈസ വേണം. എന്റെ അടുത്ത് ഒരു പൈസയും ഇല്ലല്ലോ. രാകേഷിന് ദേഷ്യം കൊണ്ട് കണ്ണൊക്കെ ചുമന്നുപോയി. പിന്നെ തന്റെ തീപ്പന്തം ഉപയോഗിച്ച് പല്ലക്ക് എടുത്തുകൊണ്ട് വന്ന 4 പേരെയും കത്തിച്ചു കളഞ്ഞു. ഇത് കണ്ടിട്ട് പല്ലക്കിൽ നിന്നും കല്യാണ പെണ്ണ് പുറത്തേക്ക് വന്നു. എനിക്ക് പൈസ വേണം. പൈസ താ. ആ കല്യാണ പെണ്ണ് തന്റെ ജീവൻ രക്ഷിക്കാനായി തന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണമെല്ലാം ഊരിയെടുത്ത് രാകേഷിന്റെ കയ്യിൽ കൊടുത്തു. രാകേഷ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ സ്വർണങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടു പോയി. പിന്നെ കല്യാണ പെണ്ണ് രാത്രി തങ്ങാനായി ഗ്രാമത്തിനെ നോക്കി ഓടി. രാംലാൽ ഗ്രാമത്തിലെ വലിയ വ്യാപാരിയാണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് കഞ്ചൂസാണ്. അപ്പോൾ അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു. അദ്ദേഹം പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ രക്ഷിക്കാനായിട്ട് ഒറ്റ താന്ത്രികരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാകേഷ് അദ്ദേഹത്തിനെയും കൊന്നുകളഞ്ഞു. ഇനി ഗ്രാമത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. അപ്പോഴാണ് ആരോ രാംലാലിന്റെ വീടിന്റെ കതക് തട്ടിയത്. കതക് തട്ടുന്ന ശബ്ദം കേട്ടതും തന്നെ രാംലാൽ ആകെ ഞെട്ടിപ്പോയി. ആരാ അത്? ഞാനാണ്. എനിക്ക് രാത്രി താമസിക്കാൻ മാത്രം സ്ഥലം തരൂ. ഇത് കേട്ടതും രാംലാലിന്റെ ഭാര്യ കതക് തുറക്കാനായി ചെന്നു. പക്ഷേ രാംലാൽ അവളെ തടഞ്ഞു നിർത്തി. കതക് തിരക്കല്ലേ, രാകസായിരിക്കും. അയ്യോ, ആരോ ഒരു പെണ്ണ് രാത്രി തങ്ങാൻ സ്ഥലം ചോദിക്കുന്നു. ഒരുപക്ഷെ അവളുടെ വണ്ടി റിപ്പയർ ആയതായിരിക്കാം. ഇത് ആ രാകസിന്റെ ചതിയാണ്. കതക് തിരക്കല്ലേ. രാംലാലിന്റെ ഭാര്യ കതക് തുറന്നു. കതക് തുറന്ന ഉടനെ അവർ നോക്കിയപ്പോൾ അവിടെ കല്യാണ പെൺ പേടിച്ചു വിറച്ചുകൊണ്ട് അവരുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു. എന്തുപറ്റി? എന്താ ഇത്ര പേടിച്ചിരിക്കുന്നത്? ആദ്യം അകത്തേക്ക് വാ. കല്യാണ പെണ്ണ് വീട്ടിനകത്തേക്ക് വന്നു. രാംലാലിന്റെ ഭാര്യ കതക് അടയ്ക്കാൻ മറന്നുപോയി.
കല്യാണ പെണ്ണ് പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പറ മോളെ, എന്തു പറ്റി? അത് പിന്നെ രാകേഷിന്റെ പേര് കേട്ടതും രാംലാലിന്റെ ഭാര്യ പേടിച്ചുപോയി. രാംലാൽ വല്ലാതെ ഞെട്ടിയും പോയി. അപ്പോഴാണ് രാംലാൽ പെട്ടെന്ന് അവരുടെ വാതിൽക്കൽ നോക്കിയത്. അവിടെ രാകേഷ് നിന്നുകൊണ്ടിരുന്നു. രാകേഷ് വന്നു, ആരെങ്കിലും കതക് മൂടിക്കോ. രാംലാൽ കതക് മൂടാനായി ഓടി. പക്ഷേ രാകേഷ് തന്റെ തീപ്പന്തം കൊണ്ട് അദ്ദേഹത്തെ കത്തിച്ചു കളഞ്ഞു. രാംലാൽ അവിടെ തന്നെ കത്തി ചാമ്പലായി. എനിക്ക് പൈസ വേണം, പൈസ താ. ഇവന് കുറച്ച് കാശ് നൽകൂ, ഇവൻ തിരികെ പോകും. രാംലാലിന്റെ ഭാര്യ തന്റെ ജീവൻ രക്ഷിക്കാനായി അവരുടെ ബീറോയിൽ ഉണ്ടായിരുന്ന സ്വർണം, വെള്ളി കൊണ്ടുവന്ന് രാകേഷിന്റെ കയ്യിൽ നൽകി. രാകേഷ് അത് വാങ്ങിയിട്ട് വളരെ സന്തോഷിതനായി. പിന്നെ അവിടെ നിന്നും പോയി. നേരം വെളുത്തു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒരു ആലമരത്തിനടിയിൽ നിൽക്കുകയായിരുന്നു. രാകേഷ് എല്ലാവരുടെ അടുത്തും പൈസ ചോദിക്കുന്നു. അതെ, പൈസ തരുന്ന ആളെ അവൻ വിട്ടേക്കുന്നു. പക്ഷേ തന്നിട്ടില്ലെങ്കിൽ അവൻ കൊന്നുകളയുന്നു. പൈസ ഉള്ളവർ തരുന്നു, പക്ഷേ പാവപ്പെട്ടവർ എന്താ ചെയ്യും? പൈസക്കാർ മാത്രം എത്ര തരും? ഒരു പ്രാവശ്യം തന്നാൽ അവൻ ദിവസം രാത്രി വന്ന് ചോദിക്കുന്നു. നമ്മളുടെ ഗ്രാമത്തിൽ അവനാണ് പൈസ ഉള്ള ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവന് പൈസ മാത്രമാണ് ആവശ്യം. ഇവിടെ നോക്ക്, ആ രാകേഷിന്റെ കഥ പൂർത്തിയാക്കുന്നത് വരെ എല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പൈസ തന്നേ പറ്റുള്ളൂ. പക്ഷേ തലവൻ സാറേ, അത്ര സ്വർണങ്ങളും പൈസവും പാവപ്പെട്ടവരുടെ അടുത്ത് എങ്ങനെയാണുള്ളത്? അവന് തരാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം വീട്ടിലേക്ക് വെക്കൂ. അവൻ വന്ന് BIS ഹാൾമാർക്ക് ചെക്ക് ചെയ്യാൻ പോകുന്ന എന്തോ. ഗ്രാമത്തിലുള്ള എല്ലാവരും കടയിൽ കബളിപ്പിക്കുന്ന സ്വർണം വെള്ളി ചെയ്യാൻ തുടങ്ങി. അത് രാകേഷിന് നൽകാനായി. എന്താ ഇത്? മുൻപ് വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് സ്വർണം ഉണ്ടാക്കും, ഇപ്പോൾ ആ രാകേഷിന് വേണ്ടി ചെയ്യാൻ പറയുന്നു. ചേട്ടാ, ജീവനോടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റും. ശരി, എത്രയായെന്ന് പറയോ? 50,000 രൂപയാണ്. ചേട്ടാ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? രാകേഷിന്റെ പേടി കാരണം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണങ്ങൾ അധികമായിട്ട് വിൽക്കുന്നു. അത് ഡ്യൂപ്ലിക്കേറ്റിനേക്കാളും വില കൂടിപ്പോയി. ഒറിജിനൽ വേണമെങ്കിൽ 40,000 രൂപയ്ക്ക് കിട്ടും. സമയം രാത്രിയായി. രാത്രിയായതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പേടിച്ചിരുന്നു. എല്ലാരും അവരവരുടെ കയ്യിൽ സ്വർണവും വെള്ളിയും വെച്ചുകൊണ്ടിരുന്നു. രാകേഷ് വന്നു. എല്ലാരും അവന് സ്വർണവും വെള്ളിയും നൽകി. ഉടനെ അവൻ ഒരു ഭയങ്കരമായ ചിരിയോടുകൂടി സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നു. ഗ്രാമത്തിലുള്ള എല്ലാരും തലവന്റെ വീട്ടിൽ കൂടി നിന്നു. എല്ലാവരുടെ മുഖത്തും പേടി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ രാകേഷ് കാരണം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണവും കോസ്റ്റ്ലിയായി മാറിപ്പോയി. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും തീർന്നു പോയി. ഇപ്പോൾ എന്തു ചെയ്യാനാ? നിങ്ങൾ ഒന്നും പേടിക്കണ്ട. സിറ്റിയിൽ വളരെ കളിയുള്ളവനാണ് പണ്ഡിതൻ ധൻരാജ്. അദ്ദേഹം വരുന്നു. അദ്ദേഹം ഈ രാകേഷിനെ തീർച്ചയായും തീർത്ത് കെട്ടും. അപ്പോഴാണ് ഒരു കോസ്റ്റ്ലിയായ കാർ തലവന്റെ വീടിന്റെ വാതിൽക്കൽ വന്നു നിന്നത്. പിന്നെ തലവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഇന്ന് രാത്രി ഈ ഗ്രാമത്തിലേക്ക് ആ രാകേഷിന്റെ അടുത്ത് മുക്തി തരാനായിട്ട് ഒരു വിശേഷമായ പൂജ ചെയ്യാൻ പോകുന്നു. ഒരു കാലചക്രം ഉണ്ടാക്കാൻ പോകുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒറ്റ വഴി മാത്രമാണ്. എങ്ങനെയാണോ ആ രാകേഷ് ഈ കാലചക്രത്തിന്റെ അടുത്ത് വരുമെന്ന്. അതിൽ വന്ന ഉടൻ തന്നെ അവൻ കത്തി ചാമ്പലായി പോവും. തലവൻ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. അതായത് രാകേഷിനെ കാലചക്രത്തിനകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന്. കുറച്ചു സമയം ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ വഴി ആലോചിച്ചു. നിങ്ങൾ പൂജയ്ക്ക് വേണ്ടി ഏർപ്പാടുകൾ ചെയ്യൂ. സമയം രാത്രിയായി. പണ്ഡിതൻ പൂജ ചെയ്യാനായി ഇരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം കൂടി നിൽക്കുകയായിരുന്നു. എല്ലാരും വളരെ പേടിച്ച് ഒരു മൂലയിൽ സ്വർണവും വെള്ളിയും ചേർത്ത് വെച്ചു. പണ്ഡിതൻ ധൻരാജ് തന്റെ 4 വശത്തും ഭസ്മം ഉപയോഗിച്ച് കാലചക്രം രൂപീകരിച്ചു. അത്രയും സ്വർണവും വെള്ളിയും കണ്ടതും തന്നെ രാകേഷ് അവിടേക്ക് എത്തി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് പൈസ വേണം. നീ കേട്ടത് ഇവിടെ ഉണ്ട്, നിനക്ക് വേണ്ടിയത് എടുത്തോളൂ. രാകേഷ് ഇത് കേട്ടതും ഭയങ്കരമായ ചിരിയോടുകൂടി ആ കാലചക്രത്തിനകത്തേക്ക് വന്നു. അവൻ അകത്തേക്ക് ചെന്നതും തന്നെ അവന്റെ തീപ്പന്തം കാരണം അവന്റെ ശരീരത്തിൽ തീ കത്തിപ്പിടിക്കാൻ തുടങ്ങി. അവൻ നിലവിളിക്കാൻ തുടങ്ങി. രാകേഷും അവന്റെ തീപ്പന്തവും രണ്ടും തീ കത്തി ചാമ്പലായി. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പണ്ഡിതരെ, നിങ്ങൾ ഈ രാകേഷിന്റെ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് മുക്തി തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യത്തിനെ ഞങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചോളും. ഇത് എന്റെ കടമയാണ്. എല്ലാരും വളരെ സന്തോഷത്തോടെ അവരുടെ വീട്ടിലേക്ക് തിരികെ ചെന്നു.